എനിക്ക് നിങ്ങളുടെ വീട്ടുകാരെ ഒന്നും ഇഷ്ടമല്ല, കൾച്ചറില്ലാത്ത സാധനങ്ങള്. അവരെയൊക്കെ എങ്ങനെയാണ് ഈ വീട്ടിലോട്ട് വിളിച്ചു കയറ്റുന്നത്? നിങ്ങൾക്കൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലാവൂലേ? എടി ഞാൻ എന്ത് പറയാനാണ്? അവൻ വിളിച്ചിട്ട് പറയാണ് ചേട്ടാ നാളെ മോള് ഇങ്ങോട്ട് വരുന്നുണ്ട് രാവിലെ എന്ന് പറയുമ്പോ ഞാൻ പെട്ടെന്ന് കേൾക്കുമ്പോ ഞാൻ എന്ത് പറയാനാണ്? അപ്പൊ അതിന് ഉചിതമായ എന്തെങ്കിലും അങ്ങോട്ട് നോണങ്ങൾ പറഞ്ഞേക്കണം. ഒന്നില്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവൂലെന്നാ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞേക്കണം. ആയ തോന്നിയത് എടി നീ പറയണല്ലോ നോണോന്ന് എനിക്ക് പറയാൻ കിട്ടൂല. അയ്യോ, നോണ പറയാത്തൊരു നിഷ്കളങ്കം വന്നേക്കണ്. മുട്ടുമേന്ന് കാക്ക പറഞ്ഞു ഇത് ആ കൊമ്പിലിരുന്ന് കാഷ്ടിച്ചെന്ന് വരെ നിങ്ങൾ പറയും. എന്നോട് എന്തൊക്കെ നോണാളാണ് ഇത്ര ആളും പറഞ്ഞേക്കണത്. എന്നോട് നോണ പറയാൻ കുഴപ്പമില്ല, വല്ലവരോട് പറയാനാ പ്രശ്നം. അമ്മ എന്തിനാണ് അച്ഛനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അച്ഛൻ്റെ അനിയൻ വിളിച്ചിട്ട് മോള് ഇങ്ങോട്ട് വന്നിട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യാനാണ്? എടി നിനക്ക് അറിഞ്ഞൂടെ അവരുടെ സ്വഭാവം? എനിക്ക് നല്ലോണം അറിയാം. നിന്റെ അച്ഛൻ പൊട്ടനാണ്, അതുകൊണ്ട് നിന്റെ അച്ഛൻ ഒന്നും മനസ്സിലാവൂല. ഭാഗം വെക്കണ നേരത്തെ അവന് ചേച്ചി ചേട്ടനും ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് തറവാട് വേണം എന്ന് പറഞ്ഞു ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്താണ് അവൻ ആ തറവാട് മേടിച്ചെടുത്തത്. എടി ശരിക്കും നാട്ടു നടപ്പനുസരിച്ച് ഇളയ മോനല്ലേ വീട് കൊടുക്കേണ്ടത്. അപ്പൊ പിന്നെ അവന്റെ സാമ്പത്തികവും മോശമാണ്, ആരോഗ്യവും മോശമാണ്, അറിയാല്ല, അസുഖമൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഒരു വീടില്ലേ, പിന്നെ ഇതിനാണ് വേറെ ഒരെണ്ണം കൂടി. നിങ്ങൾക്ക് തീറ്റ ഇവിടെയും കൂറ എവിടെയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരും സകലമാന നാട്ടുകാരും കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞാനും എന്റെ മോളും. എനിക്കറിയാത്. എടി എന്തെന്നാണ് ഈ പറഞ്ഞു കൂട്ടണത്? കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നീ പറഞ്ഞു വാടക വീട് എടുത്ത് മാറണം എന്ന് പറഞ്ഞു, മാറിയില്ലേ? അത് കഴിഞ്ഞ് ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞു, വെച്ചില്ലേ? അത് കഴിഞ്ഞ് സാഹചര്യം ഒത്തു വന്നപ്പോ ഒരു കാറുമായി എല്ലാം ആയി നമുക്ക്. അത് വീടിന്റെ ആണെങ്കിൽ നിന്റെ പേര് ഇടണം എന്ന് പറഞ്ഞു, വീട് നിന്റെ പേരിലും വേണം എന്ന് പറഞ്ഞു. രണ്ടും നടന്നില്ലേ? എല്ലാം നടന്നിട്ടുമാണ്, എല്ലാം ഞാൻ ചെയ്തിട്ടുമാണ് നീ എനിക്ക് നിന്നോട് ഇഷ്ടമില്ലെന്ന് പറയണത്. ശരിയാണ്, എന്റെ പേര് പോലും അച്ഛൻ ഈ വീട്ടിന് ഇട്ടില്ല, അമ്മയുടെ പേരെ ഇട്ടത്. തക്കടു മോളെ മിണ്ടാതിരിക്കെ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അവളൊരു കോമഡി. അവള് പറഞ്ഞേ കോമഡി ഒന്നല്ല, ശരിക്കുള്ള കാര്യമാണ്. എത്ര പേരാന്നറിയോ വീട് പാർപ്പിന് വന്നിട്ട് എന്നോട് ചോദിച്ചത് എന്താണ് മോളുടെ പേരിടാണ്ട് ഭാര്യയുടെ പേരിട്ടെന്ന്. ആ അതാണ് എന്നോടും ചോദിച്ചു ഒരുപാട് പേര്. എന്നിട്ട് എന്നോട് ആരും ചോദിച്ചില്ല. അത് നിന്നെ ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും. നിങ്ങളിപ്പ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം പറയും, വിഷയം മാറ്റല്ലേ? വിഷയം മാറ്റാനൊന്നുമില്ല, അവള് കുറച്ചേരം കഴിയുമ്പോ ഇങ്ങോട്ട് വരും, അത്ര തന്നെ. എനിക്ക് വയ്യ. എടി ആകെ ഒരു 10 ദിവസമുള്ളൂ അവളിവിടെ വന്ന് നിൽക്കണത്. അത് കഴിഞ്ഞാൽ അവള് വീട്ടിലോട്ട് പോയിക്കോളൂ. പ്രോജക്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് പോയിക്കോളൂ. അവക്ക് തിന്നാനുണ്ടായി കൊടുക്കണ കാര്യം ആലോചിച്ചിട്ടാണ് നിനക്ക് എത്ര ടെൻഷൻ? അതെന്തിനാണ് എനിക്ക് ടെൻഷൻ? എന്തായാലും നിങ്ങക്ക് രണ്ടുപേർക്ക് ഞാൻ വെച്ച് വേവിക്കണുണ്ട്. അപ്പൊ അതിനകത്തൊരു പങ്കാവ് കൊടുത്താ പോരെ, അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ് അത്? എടി നീ അകത്തോട്ട് പോയേ. ഞാനെന്തിനാ അകത്തോട്ട് പോണം? പറയണ കേട്ടാ മതി. ആദ്യം ഫോൺ അടിക്കണ്ട, ആരാന്ന് പോയി നോക്കിയേ. ചെല്. എന്റെ പൊന്ന് ചേട്ടാ, അവന്റെ മോള് ഇവിടെ വന്നിരിക്കണേന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ ഒരു മോളും കൂടി ഉള്ളതല്ലേ, അവളുടെ കാര്യം കൂടി നമ്മൾ ആലോചിക്കണ്ടേ? അവളൊരു 10 ദിവസം ഇവിടെ വന്ന് നിൽക്കണേന് നമ്മുടെ മോളുടെ കാര്യം ആലോചിക്കേണ്ട ആവശ്യം എന്താടി? ചേട്ടനെ അറിഞ്ഞൂടെ, അവള് ഡിഗ്രിക്ക് കണ്ടും പഠിക്കും. അവളുടെ കൂടെ ഒരു പഠിച്ചൊരു ചെക്കൻ അവള് കാരണം ആത്മഹത്യ ചെയ്ത് കളഞ്ഞത്. അതാ ചെക്കന്റെ കുഴപ്പമാണ്. ഇവള് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ നീ ചാവാൻ പോയാല് എന്തെന്ന്? അവന്റെ ബുദ്ധിമോശം. അയ്യോ, അത് നമ്മളറിഞ്ഞ കഥ, അങ്ങനെയൊന്നല്ല. എന്നൊരു സുധമോള് പറഞ്ഞ് കാര്യങ്ങളൊക്കെ. അവളും സുധമോള് ഒരുമിച്ച് വിളിച്ചാണല്ലോ. എന്തായിരുന്നു നീ അറിഞ്ഞ കഥ? അത് പറ. അതെ, അവര് തമ്മിൽ പ്രേമമായിരുന്നെന്ന്. എന്നിട്ട് ഈ പ്രേമം ഇവള് തേച്ചെന്നവനാ. അപ്പൊ അതിന്റെ വിഷമത്തിലാണ് അവൻ പോയി തൂങ്ങിച്ചത്തതെന്ന്. പിന്നെ അതുകൊണ്ടാണ് അവൾ ഇത്ര കാലമായിട്ടും കല്യാണം കഴിക്കാതെ നിക്കണേന്ന്. അവൻ ചത്തല്ല, അതിന്റെ ഒരു വിഷമം ഉണ്ടെന്ന്. പ്രേമിച്ചിരുന്ന ഒരാളായിരുന്നല്ല, ഇപ്പോൾ ഇവളുടെ എന്തോ സൗകര്യം നോക്കി തേച്ചാണ് അവനാ. നാട്ടുകാർക്ക് എന്താണ് പറയാൻ മേലാത്തത്? അതിലൊക്കെ ചെറിയ സത്യം ഉണ്ടെന്ന് എനിക്കും തോന്നി സുധമോൾ എന്നോട് പറഞ്ഞപ്പ. 10 ദിവസമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാ നമ്മുടെ മോള് വഴിതെറ്റി പോവൂലേ ചേട്ടാ? എന്റെ പൊന്ന് ശീല, അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഒരു സിനിമ പോലും കാണാൻ പറ്റൂല. സിനിമ പോലെയാണ് അവൾ ഇവിടെ വന്ന് നിൽക്കണത്. സിനിമയാണെങ്കിൽ 3 മണിക്കൂറുള്ളത് കണ്ട് അങ്ങോട്ട് കഴിയും, അത്രേ ഉള്ളൂ. പക്ഷെ അവൾ ഇവിടെ 10 ദിവസമൊക്കെ വന്ന് നിന്ന് ഇവളായിട്ട് സംസാരിച്ച്. ആ പ്രേമരോഗിയാണ് അവള്.
നമ്മുടെ മോള് 19 വയസ്സുള്ളൂ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാന്ന് ഓർത്ത് നിൽക്കുകയാണ് അവള്. എങ്ങാനും വല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രേമം മൂത്തലക്ക് മൂത്ത അവള് എന്തെങ്കിലും ചെയ്താ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? എന്തായാലും അവളോട് വരാൻ പറഞ്ഞില്ലേ, വന്നിട്ട് പോട്ടെ, ഒരു 10 ദിവസം കാര്യല്ലേ ഉള്ളൂ. നിന്നോട് ഞാൻ അകത്ത് പോയിരിക്കാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ ഒന്ന് വാ വിളിച്ച് നിക്കണത്? അമ്മേ ദാ ചേച്ചിയാണ് ഫോണില്, ഇങ്ങോട്ട് വഴി അറിയാത്തോണ്ട് അവിടെ നിങ്ങാണ്ട് നിക്കാണ്. ഞാൻ വഴി പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല. ഇങ്ങോട്ട് തന്നെ മോളെ ഫോൺ. ആ മോളെ. ഓ ഞാൻ പറഞ്ഞ കേട്ടാന്നാവോ? കൃത്യമായിട്ട് കേട്ടാണ്. ആ മോളെ, നീ എവിടെ നിക്കണത്? ആ വഴി ഇങ്ങനെ ഒരു ഇടവഴിയില്ലേ, നമ്മുടെ കടകളുടെ ഇടയിൽ കൂടെ ടൈലിട്ടൊരു വഴി, ആ വഴി കൂടെ കേറി പോന്നിട്ട് 2ാമത്തെ വളവിന്റെ അവിടെ വീട്. ഞാൻ നോക്കിയപ്പോ വരുമ്പോ നിനക്ക് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും മനസ്സിലാവും. ആ ശരി ശരി. ഓ അവക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള വഴിയൊന്നും അറിഞ്ഞൂടല്ലേ? എടി പുതിയ റോഡൊക്കെ വന്നേക്കല്ലേ, ഇപ്പൊ വഴിയൊന്നും ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടാ മനസ്സിലാവില്ല. അവള് കൊറേ നാളെത്തിയില്ല ഇങ്ങോട്ട് വന്നത്. അവള് ഞാൻ പറഞ്ഞ കേട്ടാന്നാവോ? കേട്ടിട്ടുള്ളത് തോന്നണ, ആ കൊച്ചിന്റെ സൗണ്ട് ഒക്കെ ഇടറിയിട്ടുണ്ട്. ഓ സ്വന്തം ഭാര്യയുടെയും മോളുടെയും തൊണ്ടോ ഇടറിയാന്നും നിങ്ങക്ക് മനസ്സിലാവൂല, വല്ലവരുടെ തൊണ്ട ഇടറിയാ മനസ്സിലാവും. ആ ഇനിയിപ്പോ അവള് ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് പുല്ലാണ്. അവളുടെ ചെലവിലൊന്നല്ല ഞാൻ ജീവിക്കണത്. ആ ശരിയാണ്, അവളുടെ ചെലവിലല്ല ജീവിക്കണത്. പക്ഷെ കൊറേ നാൾ അവളുടെ ചെലവിൽ ജീവിച്ചിട്ടുണ്ട് എന്റെ ജോലിയൊക്കെ പോയ സമയത്ത്. അതൊന്നും മറക്കണ്ട. ഓ ഞാൻ പഴയതൊന്നും ഓർത്തു വെക്കാറില്ല. പഴയതൊക്കെ ഇടക്കൊക്കെ ഓർക്കണോടി. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും മോളെ എത്തിയല്ല. വഴി ഞാൻ പറഞ്ഞു തന്നപ്പോ തന്നെ മനസ്സിലായല്ലേ മോളെ? ആ വെളിച്ചം പറഞ്ഞു തന്നപ്പോ എനിക്ക് മനസ്സിലായി. കേറി വാ വാ. ആ കൊച്ചമ്മേ സുഖാണോ? ഓ സുഖം. എത്ര ദിവസമാണോ മോളെ പ്രോജക്റ്റ് ഉള്ളത്? 10 ദിവസമാണ് പ്രോജക്റ്റ്. എന്നാ ഇന്ന് മാത്രം ഇവിടെ നിർത്തിയാൽ മതി കൊച്ചമ്മേ. ഞാനേ എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ നിന്ന് പോവാന്നാ വിചാരിക്കണതേ. അപ്പം അവൾ ഇന്നില്ല, ഞാൻ അവളെ വിളിച്ചു നോക്കി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെന്തിനാ മോളെ അങ്ങനെ ഒരു ഏർപ്പാട് ഉണ്ടാക്കിയത്? മുക്കി ഇവിടെ നിൽക്കാല്ല. അത് കുഴപ്പമില്ല വിളിച്ച, അവളുടെ വീടിൻ്റെ അടുത്താണ് ഞാൻ പ്രോജക്റ്റ് ചെയ്യണതേ. അപ്പോൾ അവിടെ നിന്ന് പോയി വരാനൊക്കെയാണ് സൗകര്യം. പിന്നെ അവളും എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോവാന്നാ വിചാരിക്കണത്. അതെന്തായാലും നന്നായി. ഓ ഞാനൊന്നും പറയണില്ലേ. അജിത്തേട്ടൻ എന്ത് പറയണ? വിളിക്കാറില്ല എല്ലാ ദിവസവും? എൻ്റെ മോൻ മിക്ക ദിവസവും വിളിക്കും. അവന് ഞാൻ എന്ന് വെച്ചാൽ ജീവനാണ്. ആ വലിയ ജീവനാണ്. ഒരു കൊച്ചുണ്ടായിട്ട് പേരക്കുട്ടിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല, ലീവ് കിട്ടിയിട്ടില്ലെന്നാ പറയണത്. ഇതുവരെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. എന്നാ അവന്റെ ഭാര്യയുടെ അമ്മനെയും അച്ഛനെയും 2 പ്രാവശ്യം അങ്ങോട്ട് കൊണ്ടുപോയി. നിന്റെ കല്യാണ കേസ് എന്തായി? നോക്കണില്ലേ? ഇപ്പൊ നോക്കണില്ല കൊച്ചമ്മേ. കുറച്ചും കൂടി നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ടേ നോക്കാന്ന് വിചാരിക്കണ്. പിന്നെ ഇപ്പൊ രഞ്ജിതൊക്കെ കല്യാണപ്രായം ഏകദേശം ആയില്ലേ, എന്നൊക്കെ 2 വയസ്സ് ഇളയതല്ലേ അവളുള്ളൂ. അപ്പോൾ അവളുടെ കേസ് നോക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കാണ്. എനിക്ക് ജോലിയൊക്കെ നല്ല ഒരെണ്ണമായിട്ടേ നോക്കാല്ലാന്നിങ്ങനെ. ആ അതെന്തായാലും നന്നായി, നീയോ കിട്ടുന്നില്ല, പെണ്ണിനെങ്കിലും കെട്ടിച്ചു വിട്. വാ ചേച്ചി, ഞാൻ റൂം കാണിച്ചു തരാം. റൂമൊക്കെ ഞാൻ കാട്ടിക്കൊടുത്തോളാം, നീ പോയി പഠിച്ചേ ചെല്ല്. വാ അതാ റൂം. മോള് പോയി ഫ്രഷ് ആവാറിട്ട് എന്തെങ്കിലും കഴിക്കി. വേണ്ട വിളിച്ച, ഞാൻ വൈകിട്ടൊന്നും കഴിക്കാറില്ല. പിന്നെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചത് വൈകിയാണ്. ഞാൻ അവിടെ സ്റ്റാൻഡിൽ വന്നിറങ്ങിയപ്പോൾ കഴിച്ചേ, അപ്പോൾ അത്ര ലേറ്റായിട്ടാണ് കഴിച്ച. പിന്നെ എനിക്ക് വൈകിട്ടൊന്നും വേണ്ട. നാളെ രാവിലെ പ്രോജക്ട് സെന്ററിലോട്ട് പോകാനായിട്ടേ എനിക്കൊരു ഓട്ടോ വിളിച്ചു തന്നാൽ മതി. എന്തിനാണ് ഓട്ടോ? കാറല്ലേ ഇവിടെ കിടക്കണത്, ഞാൻ നാളെ രാവിലെ കൊണ്ടാക്കി തരാമല്ലോ. കാർ സർവീസിന് കൊടുക്കാൻ നാളെ അല്ലേ അവര് അപ്പോയിന്റ്മെന്റ് തന്നേക്കണത്? അപ്പൊ നാളെ കൊന്നെ കൊണ്ടുപോകണം.
അതിപ്പോ മറ്റന്നാൾ കൊണ്ടുപോയി കൊടുത്താലും പോരല്ലേ? നാളെ നാളെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് എങ്ങനെയാണ്? അതൊന്നും വേണ്ട, കുഴപ്പമില്ല, അവൾ ഓരോ ഓട്ടോയ്ക്ക് പോയിക്കോളും. അല്ലേ മോളെ രഞ്ജിനി? ആ ഞാൻ പോയിക്കോളും കൊച്ചമ്മ. എന്നാ വാ. ഇതാണ് മുറി. നീ ഇവിടെ കിടന്നോ? ഇത് മോളുടെ മുറിയാണ്, നീ ഇവിടെ കിടന്നോ. അപ്പോ അവളെവിടെ കിടക്കും കൊച്ചമ്മേ? അവൾ അപ്പുറത്തെ ചേട്ടന്റെ മുറിയിലേ, അവളുടെ ചേട്ടന്റെ മുറി കിടന്നോളൂ. ഇടക്ക് അവിടെയും കിടക്കാറുണ്ട്. അയ്യോ, ഞങ്ങൾ ഒരുമിച്ച് കിടന്നോളായിരുന്നല്ല. അത് വേണ്ട മോളെ, അത് ശരിയാവൂല. നിന്റെ കൂടെ കിടന്നിട്ട് നിന്റെ സ്വഭാവം പഠിച്ചാൽ അത് ശരിയാവൂല. എൻ്റെ സ്വഭാവം എന്ന് കൊച്ചമ്മ പറഞ്ഞ എന്താന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അത് ഞാൻ ഫോണിൽ കൂടെ കേട്ടതാണ്. ഞാനുള്ളതല്ലേ പറഞ്ഞോളൂ. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഞാനും ആ മരിച്ച ചെക്കനും തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്ന്. അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തതെന്ന്. പക്ഷെ അങ്ങനെയല്ല, അവൻ എൻ്റെ പുറകെ നടന്നിരുന്നതാണ്. അപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് കുറേ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ശല്യമായിരുന്നു. അപ്പം ഞാൻ അന്ന് HOD പറഞ്ഞപ്പോൾ HOD സ്റ്റാഫ് റൂമിലോട്ട് വിളിച്ച് എന്തൊക്കെയൊക്കെ അവനെ പറഞ്ഞ് അതിൻ്റെ വിഷമത്തിലാണ് അവൻ മരിച്ചു കളഞ്ഞത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര കാലം കഴിഞ്ഞിട്ടും അവൻ മരിച്ചിട്ടേ ആൾക്കാർ ഇപ്പോഴും എന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഇപ്പോഴും പുറത്തോട്ട് വരാൻ പറ്റിയിട്ടും കൂടി ഇല്ല. ഇങ്ങോട്ട് പോരുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതാ വേണ്ടാന്ന്. അച്ഛനായിരുന്നു നിർബന്ധം വലിച്ചെൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന്. പക്ഷെ പേടിക്കണ്ട, ഞാൻ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ കൂട്ടുകാരി വരുമ്പോൾ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലോട്ട് പോയിക്കോളാം. ആ എടി, ആകെ ഒരു ദിവസമല്ല ആ കൊച്ചു ഇവിടെ ഒന്ന് നിൽക്കണുള്ളൂ. ആ ദിവസമെങ്കിൽ ആ കൊച്ചിനോടൊന്ന് മര്യാദക്ക് നീ പെരുമാറും. ഓ അടിയൻ. ചേട്ടാ, ആ നിങ്ങളുടെ ചങ്ക് വന്നിട്ടുണ്ടല്ല. രാമനാണോടാ? ആ അതെ അതെ. ആ കേറുവാ കേറുവാ. എന്താണ് 3-4 ദിവസമായാലും നിന്നെ കണ്ടിട്ട്? ഇത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ വിളിച്ചിട്ടും കിട്ടണ്ടായിരുന്നില്ല. അത് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജോലിയുടെ കാര്യത്തിന് ചെന്നൈ വരെ ഒന്ന് പോകണ്ട വന്ന്. അതെന്തായാലും നന്നായടാ. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും നിനക്കൊരു അമ്മയില്ലേ, ആ അമ്മനെ നോക്കണ്ടേ? അപ്പൊ ഒരു പണിക്കൊക്കെ പോണം, നല്ല ഒരു സ്ഥിര വരുമാനമൊക്കെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ പണ്ടേ നിന്നോട് പറഞ്ഞല്ലേ, നിനക്ക് മനസ്സിലാവാണ്ടല്ലേ? അതെ, ബിസിനസ് ഒക്കെ തുടങ്ങിയാലേ സെറ്റ് ആവണല്ലോ. 2 ബിസിനസ് തുടങ്ങി പൊട്ടിപ്പാളീസായല്ലേ. അപ്പൊ ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോവാന്ന് വിചാരിക്കുന്നു. അപ്പൊ അവസാനം ജോലി ചെയ്യാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഞങ്ങൾ ഈ നാട്ടിലോട്ട് വരുമ്പോഴേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നീയാണ്. എപ്പോഴും ചേട്ടൻ പറയും നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് നീന്ന്. ചേച്ചി അന്നേരം പറയുമ്പോ ശരിക്കും പറഞ്ഞ എനിക്ക് മനസ്സിലാവൂലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, നിങ്ങൾ എന്നെ നല്ല വേണ്ടിയല്ലേ പറയുള്ളൂ. നിങ്ങൾ അതുപോലെ സ്നേഹിക്കണമല്ല ഞാന്, നിങ്ങൾ അതുപോലെ എന്നെ സ്നേഹിക്കണമല്ല. അപ്പൊ നിങ്ങള് തീരുമാനം ശരിയാന്ന് വിചാരിച്ച് ഞാനങ്ങള് ഓർമ്മിച്ച് ജോലിക്ക് പോവാന്ന്. ചേട്ടന്റെ സ്വന്തം അനിയനെ എങ്ങനെയാണ് ചേട്ടൻ സ്നേഹിക്കണം, അതുപോലെ തന്നെയാണ് നിന്നെ സ്നേഹിക്കണത്. അയ്യോ, എന്റെ അത്ര വയസ്സനാക്കല്ലേ ചേച്ചി? നിനക്ക് 50 വയസ്സിന് മുകളിൽ എന്തായാലും ഇല്ലേ? ചേട്ടന് 65. അപ്പൊ അനിയനൊക്കെ ആവാ, കുഴപ്പമില്ല. ആ രാമേട്ട, MT വാസുദേവൻ നായരുടെ 2-ാം ഊഴം ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് തരാട്ടോ. അത് കുഴപ്പമില്ല മോളെ, ഞാനത് ലൈബ്രറിയിൽ നിർത്താണ്. അതിപ്പോ പതുക്കെ കൊടുത്താൽ മതി. അത് വായിച്ചു കഴിയുമ്പോ എനിക്ക് ജീനോസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എടുത്തു തരാവോ? അത് ഞാൻ അവിടെ കണ്ടില്ല. നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം. ഇനി അത് കിട്ടിയില്ലെങ്കിൽ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് മതിയാ? മതി. ഇന്നലെ ഞാൻ ബുക്ക് എടുക്കാൻ പോയപ്പോ അത് അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് ആരെങ്കിലും എടുത്തോണ്ടോ വിട്ടണോന്ന് അറിയില്ല. ഞാൻ എന്തായാലും അവിടെ ചെന്ന് നോക്കിയിട്ടേ വിളിക്കാം നിന്നെ. രാമന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് മോൾ ഈ വായനശീലത്തിലോട്ട് കടന്നത്. ശരിക്കും പറഞ്ഞ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അവളിങ്ങനെ ബുക്കൊക്കെ വെച്ച് വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ സന്തോഷമുള്ളൂ. പിള്ളേരായ അങ്ങനെ തന്നെ വേണ്ട, ദുശീലങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വായനാശീലം നല്ലതാണ്. ഇവളെ ഡിഗ്രിക്ക് ചേർക്കണ കാര്യം എന്തായി? അല്ലെങ്കിൽ ഇനിയും എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാനാണോ പോണത്? അയ്യോ ഇല്ലില്ല, ഇനി റിപ്പീറ്റ് ചെയ്യണില്ല. എനിക്കും താല്പര്യമില്ല, അവക്കും താല്പര്യമില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർക്കാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങള്. ഡിഗ്രിക്ക് ചേരാൻ പറ്റിയ ഒരു നല്ലൊരു കോഴ്സ് ഞാനിപ്പോ ജോലിക്ക് പോകാൻ സ്ഥലത്തിന്റെ അടുത്തുണ്ട്, ചെന്നൈയില്. അത് വേണമെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നോക്കാട്ടാ. അയ്യോ, അത്രക്ക് ദൂരമൊന്നും അവളെ വിട്ട് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല.
ഉള്ളൊരു മോനാണെങ്കിൽ വല്ല നാട്ടിലും കിടക്കണം, ഇവളെങ്കിലും അടുത്തുണ്ടാവട്ടെ. ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ അങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവൂല രാമ, ഞങ്ങക്ക് പേടിയാണ്. അതുകൊണ്ട് കണ്ടില്ലേ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടിട്ടില്ലാണ് ദേഷ്യം കയറി അങ്ങോട്ട് അകത്തോട്ട് പോയത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവളൊരു കോഴ്സിന് ചേർക്കണം. ആദ്യത്തെ വർഷം തന്നെ ഒരു കല്യാണം ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാലേ 3-ാമത്തെ വർഷം ആ കോഴ്സ് തീരുമ്പോ തന്നെ കല്യാണം കൊണ്ട് നടത്താം. ജോലിക്കൊക്കെ വിടുന്ന ആൾക്കാരാണ് നോക്കുള്ളൂ. അപ്പൊ പിന്നെ അവക്കും ഒരു ഇതാവുമല്ല, നല്ലത്. അതെന്തായാലും നന്നായി, നല്ല തീരുമാനം തന്നെ. ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ അങ്ങോട്ട് വിട്ടയച്ചാ ശരിയാവൂല കോളേജിലൊക്കെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. എന്നാ അങ്ങനെ ആയിക്കോട്ടറാ. എടേ, അവക്ക് വൈകിട്ട് ഒന്നും വേണ്ട, ഒന്നും കഴിക്കൂലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിർബന്ധിച്ച് എന്തെങ്കിലും കൊടുക്കണം കേട്ടാ. വേണ്ടെന്ന് പറഞ്ഞാ എങ്ങനെയാ നിർബന്ധിച്ചു കൊടുക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ ഉരുത്തി വായിലോട്ട് തള്ളിക്കയറ്റി കൊടുത്താ മതിയാ? ഇതൊന്നും മിണ്ടാതിരിക്കൽ, പതുക്കെ പറ. ആ കൊച്ചവിടെ നിന്ന് കേക്കണ്ടാവൂതെല്ലാം. ഇപ്പൊ കേട്ടാലും എനിക്കൊന്നുമില്ല, ആണങ്ങിട്ട് വന്ന് നിക്കല്ലേ. വിളിച്ച എനിക്കൊരു ഓട്ടോ വിളിച്ചു തരാവോ? ഞാൻ വിളിക്കാം മോളെ. വിളിക്കാൻ വരട്ടെ. എന്റെ മാല എന്തിയടി? മാലയാ? എന്തായാലും നീ പറയണത്? ചേട്ടാ, ഞാൻ കിടക്കാൻ നേരത്ത് രാത്രി മാല ഒരു ഷെൽഫിൽ വെച്ചതാണ്. രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് അതിടാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോ കാണാനില്ല. അല്ല, മാല അതിന് ഈ കൊച്ചെടുത്തെന്ന് പറഞ്ഞ എന്തിനാണ്? ഇവളല്ലാണ്ട് വേറെ ആരാണ് ഈ വീട്ടിൽ പുറത്തുനിന്ന് വന്നത്? എനിക്ക് എന്തിനാ കൊച്ചമ്മേ മാല? മാല കിട്ടിയ എന്തൊക്കെ ചെയ്യാം, പണയം വെക്കേ വിൽക്കേ ചെയ്യാം. നിനക്കിപ്പോ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ വേണമല്ല, അപ്പൊ അതിന് കണ്ടുപിടിച്ച മാർഗമാണ് അടിയത്. കൊച്ചമ്മ വെറുതെ ഓരോന്നും ഇങ്ങനെ പറയല്ലേ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. നീ ആവശ്യമില്ലെന്നൊന്നും പറയണ്ട, നിനക്ക് പൈസ ആവശ്യമുണ്ട് എനിക്കറിയാം. നിന്റെ അച്ഛൻ സുഖുലാന്റെ ഇറക്കില്ല, അപ്പൊ അതിന് പൈസ ആവശ്യമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞുവിട്ടായിരിക്കും ഇതുപോലെ ചെയ്യാനായിട്ട്. അതിന് കട്ടെടുക്കേണ്ട ആവശ്യം എനിക്കില്ല കൊച്ചമ്മേ. എനിക്ക് നിന്റെ പുരാണം ഒന്നും കേക്കണ്ട, എനിക്ക് എന്റെ മാല മതി. കഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചാണത്. വെല്ലിച്ച, ഞാൻ എടുത്തിട്ടില്ല വെല്ലിച്ച. നീ വെല്ലിച്ചനെ വിളിച്ച് സോപ്പിടൊന്നും വേണ്ട. ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ മാലയും കാണാനില്ല. എടി, എന്റെ മാല മാത്രല്ല, നിന്റെ വെല്ലിച്ചന്റെ മാല നീ ഊരിയെടുത്തല്ലേ കഴുത്തിന്ന്. കൊള്ളാടി, വെറുതെ രാവിലെ തന്നെ നേരത്തെ പോവാൻ നോക്കിയത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ കൊച്ചമ്മേ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ആ കൊച്ചങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല. രണ്ടുപേരുടെ മാല പോയ സ്ഥിതിക്ക് വല്ല കള്ളം കയറിയതായിരിക്കും. ഇല്ല, കള്ളം കയറാൻ വഴിയൊന്നുമില്ല. ഇവിടെ എന്നെ എനിക്ക് എടുത്തേക്കണത്. നീ ഒന്നേ മോളോടൊന്ന് ചോദിച്ചേ, അവളുടെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറയാം. നീ ഒന്ന് ചോദിച്ചേ അവളോട്. മോളെ അങ്ങനെ വിഷമിക്കണ്ട. അവളിങ്ങനെ പോയ വാക്കത്തി പോലെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണാണ് നീ. ചേട്ടാ, അയ്യോ, എന്തുപറ്റിന്നാവോ? എന്താടി, എന്തുപറ്റി? ചേട്ടാ, മോളെ കാണാനില്ല. ഇത്ര രാവിലെ തന്നെ അവളെവിടെ പോവാനടി? ബാത്റൂമിലെല്ലാം ഉണ്ടാവും. ഇല്ലല്ലോ. ഇല്ല ചേട്ടാ, അവൾ ഈ ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത്. മോളെ, ഇതൊന്ന് വായിച്ചേ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയാൻ, നിങ്ങളുടെ തക്കിടുവാണ് ഞാൻ. പക്ഷേ നാളെ മുതൽ, അല്ല, നിങ്ങൾ ഈ കത്ത് കാണുന്നത് മുതൽ ഞാൻ വേറൊരാളുടെ മാത്രം വാവക്കുട്ടിയാണ്. എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞാൽ നിങ്ങളത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതാ ഞാൻ പറയാതെ പോകുന്നത് കേട്ടാ. നിങ്ങൾ രണ്ടുപേരും എന്നെ അന്വേഷിച്ച് വരരുത്. അല്ല, വന്നാലും എന്നെ കാണാൻ പറ്റൂല. രാവിലത്തെ ട്രെയിനിന് ഞാൻ ചേട്ടനോടൊപ്പം പോവുകയാണ്. അയ്യോ, ചേട്ടനെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ രാമേട്ടൻ്റെ ഒപ്പമാണ് പോകുന്നത്. ദൈവമേ, അവൻ്റെ ഒപ്പമാണ് പോയത്. അച്ഛൻ്റെ പ്രായമുള്ള ഒരുത്തൻ്റെ കൂടെ ഓടിച്ചു ഓടി പോയല്ല അവള് ദുഷ്ടത്തി. അച്ഛൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ ആൾക്ക് നല്ലൊരു മരുമകനാകാനും പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ശരി അച്ഛ, അമ്മേ, പുസ്തകങ്ങളുടെ ലോകത്ത് എൻ്റെ രാമേട്ടൻ്റെ ഒപ്പം ഞാൻ കൈ പിടിച്ച് പോവുകയാണ്.
അയ്യോ പൈസയുടെ കുറച്ച് ആവശ്യമുള്ളതുകൊണ്ടേ ഷെൽഫിലിരുന്ന് അമ്മയുടെ മാലയും കഴുത്തിൽ നിന്ന് അച്ഛൻ്റെ മാലയും ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. പോകുവാൻ തിരക്കുള്ളതുകൊണ്ട് കത്തിച്ചിരിക്കുന്നു. ഇനി കാണുന്നവരെ രണ്ടുപേർക്കും എൻ്റെ ഉമ്മ 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 എന്ന് സ്വന്തം നിങ്ങളുടെ തക്കിടും. അയ്യോ അവൻ ഇടക്കിടക്ക് ഇവിടെ ഓരോരോ ബുക്കും കൊണ്ട് വരാറുണ്ട്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വായിക്കാറുണ്ട്. ഒരച്ഛനും മോളും തമ്മിലുള്ള ബന്ധമുള്ള ആണല്ലോ അത് വിചാരിച്ചിരിക്കരുത്. ഒളിച്ചോടി പോത് ഞാൻ വിചാരിച്ചില്ല എന്റെ തമ്പുരാനെ. ദ്രോഹി, അവള് നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലേ ഏട്ടാ. എന്തോരം നന്നായിട്ട് പൊന്നു പോലെ കൊണ്ടുനടന്നാണ് ഞാൻ അവളെ. നിനക്കേ അവളെ പറ്റി ഭയങ്കര മതിപ്പായിരുന്നു. കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അവള് വേറെ ആരുടെ കൂടെ പോകൂല, നമ്മളെ ചതിക്കൂല എന്നൊക്കെ. ഇന്നലെ തന്നെ ഈ കൊച്ചു വന്ന കാര്യം പറഞ്ഞപ്പോ നീ എന്തൊക്കെ ഇവിടെ എന്ന് പറഞ്ഞു. ദൈവം ഇതൊക്കെ കേൾക്കണ്ടടി, അതിന് കിട്ടിയതാണ്. പോണ പോക്കില് കൈ കിട്ടിയൊക്കെ കൊണ്ടുപോയി അവള് നാശിച്ചു പോവുള്ള അവള്. ഇവളെ കണ്ടുപഠിക്കൊന്നും പറഞ്ഞില്ല നീ, ഇവളുടെ ഒപ്പം കിടത്താതിരുന്നത് പോലും. പക്ഷെ ഇവളെ കണ്ടുപഠിക്കേണ്ട ആവശ്യം വന്നില്ല. അവളെ അതിനു മുന്നേ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പോകുമ്പോ അവക്കൊരു പ്രായം കുറഞ്ഞ ആളുടെ ഒപ്പം പോവായിരുന്നില്ലേ? അങ്ങനെ ഒരു മോളില്ലെന്ന് വിചാരിക്ക, ചത്തുപോയി എന്നങ്ങനെ വിചാരിക്ക. അത് തന്നെ കൂടെ ചതിച്ച വരെ എനിക്ക് കൈ കിട്ടിയാലുണ്ടല്ല, സ്വന്തം പോലെ കൊണ്ടുനടന്ന് വീട്ടിൽ കയറ്റിയതാണ് നമ്മുടെ മോളെ കൊണ്ട് പോയത്. ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ചേട്ടാ? കുറെ ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞും കുറെ ആൾക്കാരുടെ കുറ്റം ആസ്വദിച്ചും ഒക്കെ നീ കുറെ നാൾ നടന്നതല്ലേ. ഒന്നും നമുക്ക് വരൂല അതോർത്തിട്ട്. ഒരു മോളുള്ളാണെങ്കിൽ നാട്ടിലോട്ടൊന്നും വരാണ്ട് വല്ല നാട്ടിലേക്ക് കിടക്കണം. നമുക്ക് അവനവന്റെ ഭാര്യ വീട്ടുകാർ മാത്രം മതി കല്യാണം കഴിച്ചപ്പോ തുടങ്ങി. ഇപ്പൊ മോളും പോയി. ഇനി ആൾക്കാർ നാട്ടുകാരൊക്കെ പറയട്ടെ, നമ്മളെ പറ്റി പറഞ്ഞു ചിരിക്കട്ടെ. ഇത്ര നാള് ചിരിച്ചല്ലേ, ഇനി അവര് ചിരിക്കട്ടെ. എന്റെ ദൈവമേ, ചെയ്തതിനൊക്കെ മാപ്പ്. അവൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ തോന്നിയാ മതിയായിരുന്നു. ഷീലേ, ഇനി അവള് വരും തോന്നണില്ല. എന്റെ അക്കൗണ്ടിൽ കിടന്ന് 1 ലക്ഷം രൂപയും കൂടി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അവള് പോയേക്കണത്. അപ്പൊ അതിന്റെ മെസ്സേജ് ആവുന്നത്. എന്റെ ദൈവമേ, നമ്മൾ ചെയ്തതിനൊക്കെ നമ്മൾ മക്കളിലൂടെ അനുഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ നാളെ കെടുത്തി പോകാൻ വേണ്ടി മാത്രം ഞാനൊന്നും ആരോടും ഒന്നും ചെയ്തിട്ടില്ലടി. മോളെ എന്നോട് ക്ഷമിക്കും മോളെ. മോളോടും മറ്റുള്ളവരോടൊക്കെ ചെയ്തതിന് എനിക്ക് ദൈവം തന്ന ശിക്ഷയായിരിക്കും ഇത്. അങ്ങനെ ഒന്നും പറയണ്ട കൊച്ചമ്മേ, നമുക്ക് എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കാം. വേണ്ട മോളെ, വേണ്ട. പോയൊരു പോയി. ഇനി അവർക്ക് വേണ്ടി ആരും ഇവിടെ നിന്ന് പോകണ്ട. അവളെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം. ചതിച്ചിട്ട് എന്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ ഞാൻ കൊണ്ടുവരുന്ന ഒരാളുടെ ഒപ്പം പോകണ്ടായിരുന്നു.